കുട്ടനാട് സീറ്റിനു വേണ്ടി UDFിൽ കൂട്ടയടി. സീറ്റ് പിടിച്ചെടുക്കാൻ നീക്കങ്ങൾ ശക്തമാക്കി കോൺഗ്രസ്. വിട്ടുകൊടുക്കില്ലെന്ന് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം. കുട്ടനാട് നിയമസഭാ സീറ്റിനായി UDFിൽ കോൺഗ്രസ് നീക്കം ശക്തമാക്കിക്കൊണ്ടിരിക്കെ സീറ്റ് ഒരു കാരണവശാലും വിട്ടുകൊടുക്കില്ലെന്ന് പരസ്യമായി പ്രതികരിച്ച് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം. കേരള കോൺഗ്രസ് ജന്മമെടുത്ത 1964 ശേഷം നടന്നിട്ടുള്ള എല്ലാ നിയമസഭാ തിരഞ്ഞെടുപ്പുകളിലും കുട്ടനാട് സീറ്റിൽ മത്സരിച്ചിരുന്നത് കേരള കോൺഗ്രസ് പാർട്ടിയാണ്. 2016, 2021 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ആലപ്പുഴ ജില്ലയിൽ UDF സ്ഥാനാർത്ഥികളിൽ രമേശ് ചെന്നിത്തല മാത്രമാണ് വിജയിച്ചിട്ടുള്ളത്. 2 തിരഞ്ഞെടുപ്പുകളിലും ഇടതുപക്ഷ തരംഗം വീശിയിട്ടും ജില്ലയിലെ UDF സ്ഥാനാർത്ഥികളിൽ ഏറ്റവും ചെറിയ ഭൂരിപക്ഷത്തിന് പരാജയപ്പെട്ടത് കുട്ടനാട്ടിലെ കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥി മാത്രമാണെന്നാണ് പാർട്ടി പറയുന്നത്. കേരള കോൺഗ്രസ് സ്ഥിരമായി 7000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചിരുന്ന ചമ്പക്കുളം ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ നിർബന്ധപൂർവ്വം ഏറ്റെടുത്ത് കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ചിട്ട് പരാജയപ്പെട്ട കാര്യം കുട്ടനാട് സീറ്റ് ഏറ്റെടുത്ത് കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ചാലേ വിജയിക്കൂ എന്ന് പറയുന്നവർ ഓർക്കുന്നത് നന്നായിരിക്കുമെന്ന് കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ജേക്കബ് എബ്രഹാം പറഞ്ഞു. സാധാരണ പ്രവർത്തകന് അംഗീകാരം ലഭിക്കേണ്ട ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ UDF ഒറ്റക്കെട്ടായി നിന്ന് കഴിഞ്ഞ തവണ നഷ്ടപ്പെട്ട സീറ്റുകൾ തിരിച്ചുപിടിക്കാൻ ശ്രമിക്കേണ്ട സമയത്ത് താഴെ തട്ടിലുള്ള പ്രവർത്തകരെ തമ്മിൽ അടുപ്പിക്കുന്ന രീതിയിലുള്ള പ്രസ്താവനകളും സമീപനങ്ങളും ഒഴിവാക്കി പരസ്പര ധാരണയിൽ മുന്നോട്ടു പോകാനുള്ള വിശാലതയും പക്വതയും എല്ലാവരുടെയും ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്ന് ജേക്കബ് എബ്രഹാം പറഞ്ഞു. കേരള കോൺഗ്രസ് എടത്വ മണ്ഡലം നേതൃയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ജേക്കബ് എബ്രഹാം. അതേസമയം 4 പതിറ്റാണ്ടിനിടെ കുട്ടനാട് നിയോജക മണ്ഡലത്തിൽ നിന്നും ജയിച്ച 2 UDF സ്ഥാനാർത്ഥികളും MLA ആയിരിക്കെ LDFിലേക്ക് ചേക്കേറിയതിനാൽ 2026 തിരഞ്ഞെടുപ്പിൽ കുട്ടനാട് സീറ്റ് കോൺഗ്രസ് ഏറ്റെടുക്കണമെന്നാവശ്യപ്പെട്ട് പ്രമേയം പാസാക്കി KPCCക്ക് കൈമാറിയിരിക്കുകയാണ് കോൺഗ്രസ്. കുട്ടനാട് നിയോജക മണ്ഡലം ക്യാമ്പ് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയാണ് ഐക്യകണ്ഠേന പ്രമേയം പാസാക്കിയിരിക്കുന്നത്. 1987 ശേഷം കുട്ടനാട്ടിൽ ഒരേയൊരു UDF സ്ഥാനാർത്ഥി മാത്രമാണ് ജയിച്ചതെന്നും ജയിച്ച് 1 വർഷം തികയും മുൻപ് LDFിലേക്ക് കൂറുമാറിയെന്നുമാണ് കോൺഗ്രസിന്റെ വാദം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്ക് കുട്ടനാട്ടിൽ നിന്നും മെച്ചപ്പെട്ട ലീഡ് നേടാൻ കഴിഞ്ഞിട്ടുണ്ടെന്നും സ്ഥിരതയുള്ള ഒരു UDF ജനപ്രതിനിധിയെ വാർത്തെടുക്കുന്നതിനും വേണ്ടി നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കുട്ടനാട്ടിൽ കോൺഗ്രസ് പാർട്ടി മത്സരിച്ചാൽ സാധിക്കുമെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നതെന്നുമാണ് കോൺഗ്രസ് നേതാക്കളുടെ അഭിപ്രായം. കോട്ടയം ജില്ലയിലെ ചങ്ങനാശ്ശേരി, ഏറ്റുമാനൂർ സീറ്റുകളും ഏറ്റെടുക്കാനുള്ള നീക്കങ്ങളാണ് കോൺഗ്രസ് നടത്തുന്നതെന്നാണ് ലഭിക്കുന്ന സൂചന. UDFിലെ പേപ്പർ പുലിയായ കോൺഗ്രസിന്റെ ചെലവിൽ ജയിക്കുകയും എന്നാൽ തിരിച്ച് കോൺഗ്രസിന് യാതൊരു പ്രയോജനവുമില്ലാത്ത ജോസഫ് ഗ്രൂപ്പിനെ എല്ലാ ജില്ലകളിലും ഒതുക്കുക എന്ന കോൺഗ്രസിന്റെ അജണ്ടയുടെ ഭാഗമായിട്ടുള്ള നീക്കങ്ങളാണ് ഇതെന്നുമാണ് രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നത്.